അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 7 വ്യാഴാഴ്ച. വോട്ടെടുപ്പിന്റെ നടത്തിപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം നടത്തുന്നുവെന്ന ആരോപണം കടുപ്പിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മഹാരാഷ്ട്രയിലടക്കം തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായും വോട്ട് മോഷണം നടക്കുന്നതായും രാഹുൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിന്റെ തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു. BJP മാന്ത്രിക വിദ്യയിലൂടെ ഭരണവിരുദ്ധ വികാരമില്ലാത്ത പാർട്ടിയായി മാറിയെന്നും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വിപരീതമായ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാക്കുകയാണെന്നും ഹരിയാന തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണെന്നും ഇതെല്ലാം സംശയങ്ങൾ സൃഷ്ടിച്ചുവെന്നും രാഹുൽ വ്യക്തമാക്കി. വോട്ട് മോഷണം എന്ന പേരിൽ പ്രസന്റേഷൻ കാണിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വാർത്താസമ്മേളനത്തിൽ രാഹുൽ ആരോപണം ഉന്നയിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് യുദ്ധം ശക്തമാക്കിയതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതിന് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെങ്കിലും അതിന് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദില്ലിയിൽ നടന്ന MS സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യൻ ഇറക്കുമതിക്ക് മേൽ 25% അധിക തീരുവ ചുമത്തി മൊത്തം തീരുവ 50% മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഭീഷണി ഉയർത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യയ്ക്ക് മേൽ കൂടുതൽ ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% ഇറക്കുമതി തീരുവ ചുമത്തിയതിനെ അവസരമായി കണ്ട് മുന്നേറ്റം നടത്തണമെന്ന് നീതി ആയോഗ് CEO അമിതാഭ് കാന്ത് ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമായി ട്രംപിന്റെ നീക്കത്തെ കാണണമെന്നും ഇത് ഊർജ്ജമാക്കിയെടുത്ത് ഇന്ത്യ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്നും അമിതാഭ് കാന്ത് അഭിപ്രായപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിന് ഓഗസ്റ്റ് 12 വരെ അവസരമുണ്ടായിരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. നേരത്തെ ഓഗസ്റ്റ് 8 വരെയായിരുന്നു വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയപരിധി. കൂടുതൽ ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നിലവിലെ വിവരങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും അവസരം നൽകുന്നതിന് വേണ്ടിയാണ് സമയപരിധി നീട്ടിയത്. വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടായിരിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓഗസ്റ്റ് 9, 10 തീയതികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രവൃത്തി ദിനമായിരിക്കുമെന്നും വോട്ടർ പട്ടിക പുതുക്കാൻ എല്ലാവർക്കും അവസരം ലഭിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. കേരള സാങ്കേതിക സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി SFI. സ്ഥിരം VC നിയമനം, ഇയർ ബാഗ് ഒഴിവാക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFI പ്രതിഷേധം. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മതിൽ ചാടിക്കടന്ന് അകത്തു കയറിയ മുഴുവൻ പ്രവർത്തകരും ചേർന്ന് VCയുടെ മുറിക്കു മുന്നിൽ ഉപരോധം തീർത്തു. മെസ്സിയെ ക്ഷണിക്കാനെന്ന പേരിൽ 2004 സെപ്റ്റംബറിൽ കായികമന്ത്രി V. അബ്ദുറഹിമാൻ നടത്തിയ സ്പെയിൻ യാത്രയ്ക്ക് സർക്കാരിന് ചെലവായത് 13 ലക്ഷം രൂപ. മന്ത്രിക്കൊപ്പം കായിക വകുപ്പ് സെക്രട്ടറിയും കായിക യുവജനകാര്യ ഡയറക്ടറും സ്പെയിൻ സന്ദർശിച്ചിരുന്നു. മെസ്സിയെ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് 1 രൂപ പോലും ചെലവില്ലെന്നതായിരുന്നു മന്ത്രിയുടെ വാദം. 30 വർഷം മുൻപ് തന്നെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾ നുണപ്രചാരണം നടത്തുന്നതായി C. സദാനന്ദൻ MP. കണ്ണൂർ പെരിഞ്ചേരിയിലെ CPM നേതാവ് ജനാർദ്ദനന് മർദ്ദനമേറ്റതിൽ തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് വിശദീകരണം. C. സദാനന്ദൻ ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന P. ജയരാജന്റെ പ്രസ്താവനയിലാണ് രാജ്യസഭാ MPയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. ശ്വേത മേനോനെതിരായ കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് കേരള ഹൈക്കോടതി. കേസിനെപ്പറ്റി കൂടുതൽ പരാമർശങ്ങൾ നടത്തുന്നില്ലെന്ന് കോടതി പറഞ്ഞു.
എറണാകുളം CJMനോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഹർജി കിട്ടിയ ശേഷം പോലീസിന് കൈമാറും മുൻപ് സ്വീകരിച്ച തുടർ നടപടികൾ അറിയിക്കണമെന്നും അന്വേഷണം നടത്തുന്ന സെൻട്രൽ പോലീസും റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്വേത മേനോൻ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ തനിക്കെതിരെ ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയാണെന്ന് നടി ശ്വേത മേനോൻ വ്യക്തമാക്കി. എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത കേസിൽ ശ്വേത മേനോനെതിരെ അനാശാസ്യം തടയൽ നിയമപ്രകാരവും IT നിയമപ്രകാരവുമാണ് കേസെടുത്തത്. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകി പ്രേക്ഷകർ കണ്ടതും ഇപ്പോഴും പൊതുമധ്യത്തിൽ ലഭ്യവുമായ ശ്വേതയുടെ ചില സിനിമകൾ സമൂഹമാധ്യമങ്ങളിലും അശ്ലീല സൈറ്റുകളിലും പ്രചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് പരാതി. ശ്വേത മേനോന് പിന്തുണയുമായി നടൻ ദേവൻ. ശ്വേത മേനോനെതിരെയുള്ള പരാതി ചില പടങ്ങളിലെ സീനുകൾ വെച്ചാണെന്നും അത് ശ്വേത മേനോന്റെ താൽപര്യത്തിനനുസരിച്ച് ചെയ്യുന്നതല്ലെന്നും മറിച്ച് സിനിമയുടെ സ്ക്രിപ്റ്റ് ആഗ്രഹിക്കുന്നതനുസരിച്ചാണ് ചെയ്തതെന്നും അതിൽ സെക്സ് കൂടിപ്പോയോ കുറഞ്ഞുപോയോ എന്ന് തീരുമാനിക്കേണ്ടത് സെൻസർ ബോർഡാണെന്നുമാണ് ദേവന്റെ പ്രതികരണം. നടി ശ്വേത മേനോനെതിരായ കേസിൽ പ്രതികരണവുമായി നടൻ രവീന്ദ്രൻ. സഹപ്രവർത്തക നേരിട്ടത് ദൗർഭാഗ്യകരമായ അനുഭവമാണെന്നും വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും രവീന്ദ്രൻ പറഞ്ഞു. അഭിനേതാക്കൾക്കെതിരെ വരുന്ന കുബുദ്ധിപരമായ എല്ലാ പ്രവർത്തനങ്ങളെയും എതിർത്ത് തോൽപ്പിക്കണമെന്നും നടൻ ആവശ്യപ്പെട്ടു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് പാലിയേക്കരയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി തടഞ്ഞ വിഷയത്തിൽ ഷാജി കോടൻകണ്ടത്ത് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. ഹൈക്കോടതി ഉത്തരവിനെതിരെ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അപ്പീൽ നൽകിയാൽ തന്റെ വാദം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്നാണ് ഹർജിയിലെ ആവശ്യം. ഷാജി കോടൻകണ്ടത്തിന്റെ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി പാലിയേക്കരയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞത്. അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും അധിക്ഷേപിച്ചതിനെ ന്യായീകരിച്ച് നടൻ വിനായകൻ. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് വിനായകൻ തന്റെ അധിക്ഷേപ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയത്. സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ചമലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്നും വിനായകൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ അടൂരിന്റെയും യേശുദാസിന്റെയും പേര് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു വിനായകന്റെ അധിക്ഷേപം. ബലാത്സംഗ കേസിനെ തുടർന്ന് ഒളിവിൽ പോയ റാപ്പർ വേടനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. വേടന്റെ ലൊക്കേഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും കമ്മീഷണർ അറിയിച്ചു. നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ അഭിഭാഷകൻ അറസ്റ്റിൽ. കൊല്ലം സ്വദേശി അഡ്വക്കേറ്റ് സംഗീത് ലൂയിസാണ് അറസ്റ്റിലായത്. കാക്കനാട് സൈബർ പോലീസിന്റേതാണ് നടപടി. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ഫോണിലൂടെയുമാണ് സംഗീത് ലൂയിസ് ബാലചന്ദ്ര മേനോനെ പണം ആവശ്യപ്പെട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. കേസിലെ 2ാം പ്രതിയാണ് ഇയാൾ. 1ാം പ്രതി മിനു മുനീർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ശബരിമല ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ സ്വാമി അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തിക്ക് നൽകിയ അനുമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിൻവലിച്ചു. പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തി അനുമതിയില്ലാതെ പണം പിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ പരാതിയെത്തിയതിനെ തുടർന്നാണ് നടപടി. ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിൽ പ്രതി CM സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഒരാഴ്ച നീണ്ട കസ്റ്റഡി കാലാവധിയിൽ പലതവണ ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിട്ടില്ല. ആദ്യം DNA പരിശോധനയ്ക്ക് അയച്ച ശരീരാവശിഷ്ടങ്ങളുടെ ഫലം കിട്ടുന്ന മുറയ്ക്ക് ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. കൊല്ലം കൊട്ടാരക്കര പനവേലിയിൽ നിയന്ത്രണം വിട്ട മിനി വാൻ ബസ് കാത്തുനിന്നവർക്കെതിരെ പാഞ്ഞുകയറി 2 പേർ മരിച്ചു. പനവേലി സ്വദേശികളായ സോണിയ, ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. ഒരാൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. കൺഗ്രാചുലേഷൻസ് മിട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. ഉത്തരാഖണ്ഡിലെ ദുരന്തത്തിൽ പരിക്കേറ്റവരുടെ ആദ്യ സംഘത്തെ ഡെറാഡൂണിലെത്തിച്ചു. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. കാലാവസ്ഥ മോശമായതും ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നതിലെ ബുദ്ധിമുട്ടും രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തകരെ വ്യോമമാർഗം ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. മലയാളികളായ 28 പേർ ഗംഗോത്രിയിലെ ക്യാമ്പിലുണ്ട്. അവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ പരിസ്ഥിതി ദുർബല മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തിരിച്ചടിയായെന്ന് പരിസ്ഥിതി വിദഗ്ധർ.
കേന്ദ്ര സർക്കാരിന്റെ ചാർധാം ഹൈവേ പദ്ധതിയിലെ നിർമ്മാണ പ്രവൃത്തികളും ഗീർഗംഗ നദീതീരം കേന്ദ്രീകരിച്ച് നടത്തിയ നിർമ്മാണ പ്രവൃത്തികളും തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. ഭഗീരഥി എക്കോ സെൻസിറ്റീവ് മേഖലയിലെ നിർമ്മാണത്തിനെതിരെ പരിസ്ഥിതി സ്നേഹികൾ നടത്തിയ നിയമ പോരാട്ടം കമ്പനി സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി വാങ്ങിയാണ് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ജമ്മു കാശ്മീരിൽ CRPF വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 3 സൈനികർക്ക് വീരമൃത്യു. സംഭവത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. രാവിലെ 10:30 ഉദ്ധംപൂരിൽ കഡ്വ ബസ്ന്തഗഡ് മേഖലയിലായിരുന്നു അപകടം. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന്റെ കാരണമെന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കത്തിനെതിരായ യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ കേസിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ ശുപാർശ ചെയ്ത ആഭ്യന്തര സമിതിയുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം. തിരുപ്പൂരിൽ SIയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. തിരുപ്പൂർ സ്വദേശിയായ മണികണ്ഠൻ എന്നയാളാണ് മരിച്ചത്. അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലീസിനെ ആക്രമിച്ചുവെന്നും വെടിയുതിർക്കേണ്ടി വന്നുവെന്നാണ് പോലീസിന്റെ വാദം. ഒരു പോലീസുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SIയെ വെടിവെച്ച കേസിൽ മറ്റ് 2 പ്രതികൾ ഇന്നലെ കീഴടങ്ങിയിരുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രിയാണ് സ്പെഷ്യൽ SI ഷൺമുഖ സുന്ദരം കൊല്ലപ്പെട്ടത്. യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി 11,535 കോച്ചുകളിൽ CCTV ക്യാമറകൾ ഘടിപ്പിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഏകദേശം 74,000 കോച്ചുകളിലും 15,000 ലോക്കോമോട്ടീവുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റിലാണ് റെയിൽവേ മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. രാജസ്ഥാനിലെ കുമാവാസിൽ 25-ലേറെ തെരുവ് നായ്ക്കളെ ബൈക്കിലെത്തിയ 2-അംഗ സംഘം വെടിവെച്ച് കൊലപ്പെടുത്തി. ഓഗസ്റ്റ് 2, 3 തീയതികളിലാണ് സംഭവം ഉണ്ടായത്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെ പോലീസ് കേസെടുത്തു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെന്നും വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ആരോപിച്ച് 25 പുസ്തകങ്ങൾ ജമ്മു കാശ്മീരിൽ നിരോധിച്ചു. അരുന്ധതി റോയിയുടെ ആസാദി എന്ന പുസ്തകമടക്കമാണ് നിരോധിച്ചത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 96-ാം വകുപ്പ് പ്രകാരം ഈ പുസ്തകങ്ങൾ വിദ്വേഷപരമായ ഉള്ളടക്കം പ്രചരിപ്പിക്കുകയും യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് തീവ്രവാദത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് വിവരിച്ചുകൊണ്ടാണ് നടപടി. ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിഠൽ ഗൌഡയുടെ വാഹനം തകർത്തു. ധർമ്മസ്ഥല ട്രസ്റ്റിനെ അനുകൂലിക്കുന്ന അക്രമികളാണ് വാഹനം തകർത്തത്. ഇന്നലെ 4 മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതിന് പിന്നാലെയുണ്ടായ സംഘർഷത്തിലായിരുന്നു വാഹനം തകർത്തത്. വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കുകയും സീറ്റുകൾ കുത്തിക്കീറുകയുമായിരുന്നു. 2012-ലാണ് ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി 17-കാരിയായ സൗജന്യ കൊല്ലപ്പെടുന്നത്. വിക്കിമാനിയ 2025 അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പഞ്ചാബ് സ്വദേശിനിയും സന്നദ്ധ പ്രവർത്തകയുമായ വിക്കിപീഡിയ വോളണ്ടിയർ നിതേഷ് ഗില്ലിന് വിക്കിമീഡിയൻ ഓഫ് ദ ഇയർ അവാർഡ് വിഭാഗത്തിൽ ഓണററി മെൻഷൻ. വിക്കിപീഡിയ സ്ഥാപകൻ ജിമ്മി വെയിൽസിന്റെ നേതൃത്വത്തിൽ നെയ്റോബിയിൽ നടന്ന 20ാമത് വിക്കിമാനിയ സമ്മേളനത്തിലാണ് അംഗീകാരം സമ്മാനിച്ചത്. 95ാമത് സൗദി ദേശീയ ദിനത്തിനായുള്ള ഔദ്യോഗിക മുദ്രയും സ്ലോഗനും പുറത്തിറക്കി. നമ്മുടെ അഭിമാനം നമ്മുടെ സ്വഭാവത്തിലാണ് എന്ന ആഘോഷ പ്രമേയത്തിലുള്ള മുദ്ര സൗദിയുടെ 95 വർഷത്തെ അഭിമാനത്തെയും ആദരവിനെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പൊതുവിനോദ അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ തുർക്കി ആലു ഷൈഖ് വ്യക്തമാക്കി. ഖാനയിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ 2 മന്ത്രിമാർ ഉൾപ്പെടെ 8 പേർ മരിച്ചു. പ്രതിരോധ മന്ത്രി എഡ്വാർഡ് ഒമാനെ ബൊആമ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഇബ്രാഹിം മുഹമ്മദ് എന്നിവരടക്കമുള്ളവർക്കാണ് ജീവൻ നഷ്ടമായത്. സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാനായാണ് മന്ത്രിതല സംഘം സൈനിക ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചത്. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ ഈ മാസം വീണ്ടും US സന്ദർശിക്കാനൊരുങ്ങുന്നു. 2 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് അദ്ദേഹം വാഷിംഗ്ടണിലേക്ക് പോകുന്നത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുമെന്ന് US സെൻട്രൽ കമാൻഡ് കമാൻഡർ ജനറൽ മൈക്കിൾ കുറില്ലയുടെ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കാനാണ് മുനീർ എത്തുന്നത്. ഓവൽ ടെസ്റ്റിലെ വിജയത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിന് നേരെ ഗുരുതര ആരോപണവുമായി മുൻ പാക് പേസർ ഷാബിർ അഹമ്മദ്. ഇന്ത്യൻ ടീം പന്തിൽ കൃത്രിമം നടത്തിയതായി ഷാബിർ ആരോപിച്ചു. പന്തിന്റെ തിളക്കം നിലനിർത്താനായി ഇന്ത്യ വാസലിൻ ഉപയോഗിച്ചതായാണ് മുൻ പാക് താരത്തിന്റെ ആരോപണം. ഓവൽ ടെസ്റ്റിലെ വിജയത്തോടെയാണ് ഇന്ത്യ പരമ്പര സമനിലയിൽ ആക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in
വാർത്തകൾ വിരൽ തുമ്പിൽ.